നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. വാർത്തയിലേക്ക് കടക്കാം. ഇപ്പോൾ പ്രധാന വാർത്ത വരുന്നത് ഇറാൻ ഇസ്രയേൽ സംഘർഷം തന്നെയാണ്. അപ്പൊ അതിനെ കുറിച്ച് തന്നെയാണ് ആദ്യത്തെ വാർത്ത വരുന്നത്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇറാൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെയാണ് ഇറാനോടും അവിടുത്തെ ജനങ്ങളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. നിലവിലെ സംഘർഷാവസ്ഥ കുറയ്ക്കുന്നതിനുള്ള UAEയുടെ പ്രതിബദ്ധതയും അദ്ദേഹം എടുത്തു പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന സംഘർഷം പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കും ഉണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സ്ഥിതിഗതികൾ ശാന്തമാക്കുന്നതിനും കൂടുതൽ അസ്ഥിരത ഒഴിവാക്കുന്നതിനും നയതന്ത്ര കൂടിയാലോചനകളിൽ UAE സജീവമായി ഏർപ്പെട്ടിരുന്നുണ്ട് എന്ന് ഷെയ്ഖ് മുഹമ്മദ് ഊന്നി പറഞ്ഞു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾക്കും ഏതൊരു നടപടിക്കും UAEയുടെ പിന്തുണയും അദ്ദേഹം ഉറപ്പിച്ചിട്ടുണ്ട്. സംഘർഷം അവസാനിപ്പിക്കാൻ മേഖലാ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഇടപെടൽ ശക്തമാക്കണമെന്നും ഇതിനായി രാഷ്ട്രങ്ങളും അന്താരാഷ്ട്ര സമൂഹവും ഒന്നിച്ചിടപെടണമെന്നും UAE ആഹ്വാനം ചെയ്തിരിക്കുന്നു. തീർച്ചയായും. അപ്പോൾ അതില് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് യുദ്ധത്തിന് സഹായം ചെയ്യാമെന്നല്ല UAE പറഞ്ഞിരിക്കുന്നത്. സമാധാന ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കാൻ UAE മുന്നോട്ട് നിൽക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ അതായത് ഇറാൻ പലതരത്തിൽ ഒരു പക്ഷേ യുദ്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ കാര്യം കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലായിരിക്കും ഭരണകൂടത്തിനോടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ ഇപ്പോൾ ഭരണകൂടം എന്ന് പറയുന്നത് വെറും നോക്കുകുത്തി മാത്രമായിട്ട് നിൽക്കുന്ന സമയമാണ്. കാരണം അവിടെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഖമനേയും ഖമനയുടെ IRGC ഗ്രൂപ്പുമാണ്. ആ ഖമേനിയാണെങ്കിൽ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയാത്ത പോയിരിക്കുകയാണ്. ഇപ്പോൾ കുടുംബസമേതം ഒളിച്ചോടുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ നിരവധി വിമാനങ്ങളെയും കൂടി അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. വിമാനങ്ങൾക്കൊക്കെ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്നത് മറ്റൊരു വിമാനവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. ബോംബ് ഭീഷണിയെ തുടർന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി പോയ സൗദി അറേബ്യൻ എയർലൈൻസ് ആയ സൗദിയ വിമാനം ഇന്തോനേഷ്യയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. സൗദി അറേബ്യയിൽ നിന്നും ജക്കാർത്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോകുകയായിരുന്ന SV5276 എന്ന വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉയർന്നത്. തുടർന്ന് ഇന്തോനേഷ്യയിലെ മേധാനിലുള്ള ക്വാലാലാംപൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു. വിമാനത്തിന് ബോംബ് ഭീഷണി ഉണ്ട് എന്ന ഇമെയിൽ സന്ദേശം ലഭിക്കുകയായിരുന്നു. ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും ജക്കാർത്തയിലേക്ക് പോകുകയായിരുന്ന വിമാനമായിരുന്നു ഇത്. പുലർച്ചെ 7:30 കൂടിയാണ് സൗദിയ വിമാനം പൊട്ടിത്തെറിക്കുമെന്ന ഭീഷണി ഉയർത്തിക്കൊണ്ടുള്ള ഇമെയിൽ സന്ദേശം ലഭിച്ചത്. സുരക്ഷാ മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് വിമാനം ഈ ക്വാലാലാംപൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് എന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇന്തോനേഷ്യൻ സിവിൽ ഏവിയേഷൻ അറിയിച്ചു. 10 മണിയോടെയാണ് വിമാനം ലാൻഡിംഗ് നടത്തിയത്. ലാൻഡിംഗ് നടത്തിയ ഉടൻ തന്നെ വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ ഒഴിപ്പിക്കുകയും ബോംബ് നിർമ്മാർജ്ജന യൂണിറ്റ് എത്തി വിമാനം പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ബോംബ് നിർമ്മാർജ്ജന യൂണിറ്റിന് പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് മനസ്സിലായത്. 207 പുരുഷന്മാരും 235 സ്ത്രീകളും ഉൾപ്പെടെ 442 ഹജ്ജ് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വ്യാജ സന്ദേശം അയക്കുന്നത്? ഇപ്പോൾ ഈയിടെ വിമാനം വീണതിന് ശേഷം പലയിടത്തും ഇതുപോലത്തുള്ള വ്യാജ സന്ദേശങ്ങൾ ഒരിടയ്ക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലായിടങ്ങളിലും മുഖ്യമന്ത്രിയുടെ വസതിയിൽ, സെക്രട്ടേറിയറ്റിൽ, റെയിൽവേ സ്റ്റേഷനിൽ, വിമാനത്താവളത്തിൽ, അങ്ങനെ വേണ്ട എല്ലായിടങ്ങളിലും ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇവിടുത്തെ 442 പേർ ആണ് ബുദ്ധിമുട്ടിലായത്. ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലും വയസ്സായ അതായത് പ്രായമായ ആളുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റു വാർത്തയിലേക്ക്. അടുത്തത് UAEയിൽ സന്ദർശന വിസയിൽ എത്തിയവർ വിസ കാലാവധി കാലഹരണപ്പെടുന്നതിന് മുൻപ് വേണ്ട നടപടികൾ എടുക്കണമെന്ന് ഓർമ്മിപ്പിച്ച ട്രാവൽ ഏജന്റുമാർ. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് നിരവധി രാജ്യങ്ങൾ അവരുടെ വ്യോമാതിർത്തികൾ അടച്ചതിനെ തുടർന്ന് UAEയിൽ നിന്നുള്ള മിക്ക വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ വേനലവധി കൂടി കണക്കിലെടുത്ത് മിക്ക വിമാന സർവീസുകളും പൂർണ്ണമായി ബുക്ക് ചെയ്തിരിക്കുകയും വിമാന നിരക്കിൽ വർധന ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് നാട്ടിലേക്ക് തിരികെ പോകുന്നതിൽ പ്രതിസന്ധികൾ നേരിടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിനാൽ തന്നെ വിസ കാലഹരണപ്പെടുന്നതിന് മുൻപ് അത് പുതുക്കുകയോ അതല്ലെങ്കിൽ സമയബന്ധിതമായി നാട്ടിലേക്ക് തിരികെ എത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യണമെന്ന് ട്രാവൽ ഏജന്റുമാർ ഓർമ്മിപ്പിക്കുന്നു. വിമാനങ്ങൾ പൂർണ്ണമായും ബുക്ക് ചെയ്യപ്പെട്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇക്കാരണത്താൽ സന്ദർശകർക്ക് ചിലപ്പോൾ കൃത്യസമയത്ത് നാട്ടിൽ തിരികെ എത്തുന്നതിനായി ടിക്കറ്റുകൾ ലഭിക്കണമെന്നില്ല. വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് അനധികൃതമായി തങ്ങിയാൽ സന്ദർശകർക്ക് പിഴ അടയ്ക്കേണ്ടി വരുമെന്ന് ട്രാവൽ ഏജന്റുമാർ ഓർമ്മിപ്പിച്ചു. നിലവിലെ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്ന് UAEയിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. ഇതും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യമാണ്.
ഇക്കാരണങ്ങളാൽ UAE-യിൽ സന്ദർശക വിസയിൽ എത്തിയവർ വിസ കാലാവധി കാലഹരണപ്പെടുന്നതിന് മുൻപ് തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. മറ്റു വാർത്ത നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ തവണ ഒരു ചർച്ചയിൽ പറയുകയുണ്ട് സൗദിയിൽ ഉറങ്ങുന്ന രാജകുമാരന്റെ. സത്യത്തിൽ ആ ഒരു വാർത്ത വായിച്ചപ്പോൾ വളരെ വേദനയുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ആ രാജകുമാരൻ ഉണർന്ന് ആ അച്ഛനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നൊരു കാര്യം നമ്മളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത്തരം ഒരു വാർത്ത കൂടി വരുന്നു. പക്ഷെ അതിന്റെ വാർത്തയ്ക്ക് പിന്നിൽ ചില സത്യാവസ്ഥ കൂടിയുണ്ട്. നമുക്ക് എനിക്കൊന്നു അതെന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷ. നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് പോകാം. സൗദിയിലെ ഉറങ്ങുന്ന രാജകുമാരനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കഴിഞ്ഞ 20 വർഷമായി കോമയിൽ കഴിയുന്ന അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ രാജകുമാരനാണ് സ്ലീപ്പിംഗ് പ്രിൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അൽ വലീദ് രാജകുമാരൻ കോമയിൽ നിന്ന് ഉണരുകയും കുടുംബവുമായി സംസാരിക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. വീഡിയോ കണ്ട ശേഷം നിരവധി പേരാണ് പ്രതികരണവുമായി എത്തിയത്. എന്നാൽ പ്രചരിച്ചത് വ്യാജ വീഡിയോയാണ്. ഈ ഒരു പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോയിൽ കാണിക്കുന്നത് അൽ വലീദ് രാജകുമാരൻ അല്ലെന്നും സൗദി വ്യവസായിയും മോട്ടോർ സ്പോർട്സ് താരവുമായ യസീദ് മുഹമ്മദ് അൽ രാജ്ഹി ആണ് എന്നും വ്യക്തമാവുകയാണ്. സൗദി രാജകുമാരൻ കോമയിൽ നിന്ന് ഉണർന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളായിരുന്നു ഈ വീഡിയോയ്ക്കൊപ്പം പ്രചരിച്ചിരുന്നത്. യസീദിനും കൂടെ ഉണ്ടായിരുന്ന ടീമോ ഗോഡ്ഷാൽക്കിനും സംഭവിച്ച അപകട വാർത്ത 2025 ഏപ്രിൽ 12 യസീദ് റേസിംഗ് ടീമാണ് പുറത്തുവിട്ടത്. സുഖം പ്രാപിച്ച ശേഷം കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും കാണുന്ന യസീദിന്റെ വീഡിയോയാണ് അൽ വലീദ് രാജകുമാരനാണ് എന്ന പേരിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഏകദേശം 2 പതിറ്റാണ്ടായി അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ രാജകുമാരൻ കോമയിലാണ്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഇതുവരെയും യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തുന്നത്. 2005 ഉണ്ടായ ഒരു കാർ അപകടത്തെ തുടർന്നാണ് അൽ വലീദ് രാജകുമാരൻ ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്. അന്ന് സൈനിക കോളേജിലെ പഠനകാലമായിരുന്നു. അപകടത്തെ തുടർന്ന് കോമയിലാവുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ മുദ്രകുത്തുകയായിരുന്നു. തുടർന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാമെന്ന് തീരുമാനിച്ചുവെങ്കിലും അൽ വലീദ് രാജകുമാരന്റെ പിതാവ് തടയുകയായിരുന്നു. അതേ തുടർന്നാണ് ചലനമറ്റ പുറം ലോകത്തെ പറ്റി അറിയാതെ അൽ വലീദ് കോമയിൽ തന്നെ തുടരുന്നത്. എന്നാൽ 2019 അദ്ദേഹത്തിന്റെ വിരലുകൾ ചലിച്ചിരുന്നു. തലയും ചെറുതായി ചലിച്ചിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും യാതൊരു പുരോഗതിയും ആരോഗ്യനിലയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ലോകത്തെ വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ ഖാലിദ് ബിൻ തലാൽ അൽ സയ്യിദ് രാജകുമാരന്റെയും റീമ ബിന്നത്ത് തലാൽ രാജകുമാരിയുടെയും മകനാണ് അൽ വലീദ്. ലോകത്ത് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ചികിത്സയാണ് അൽ വലീദിനായി നൽകുന്നത്. റിയാദിലെ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിലാണ് രാജകുമാരനെ പരിചരിക്കുന്നത്. ട്യൂബ് വഴിയാണ് ഭക്ഷണം നൽകി വരുന്നത്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ മരണം സംഭവിച്ചേക്കാം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അദ്ദേഹം ഇപ്പോഴും ഉറക്കത്തിൽ തന്നെയാണ്. ഒരു വല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ ആ അവസ്ഥയിലും അതിന്റെ ഇടയിൽ മറ്റൊരു വ്യാജ വാർത്ത കൊടുക്കുന്നതെല്ലാം ശരിക്കും വളരെ വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ആ കുടുംബത്തെയും അത് എത്രത്തോളം ആയിരിക്കും. ഇപ്പൊ രാജകുമാരനാണെന്നുണ്ടെങ്കിലും അച്ഛനും അമ്മയും എല്ലാം രാജാക്കന്മാരാണെങ്കിലും എത്ര പണമുള്ളവരാണല്ലോ. തീർച്ചയായിട്ടും ഒരു പദവിക്കും പണത്തിനും ഒന്നും ഉത്തരമില്ലാത്ത ഒരു സംഭവമാണ് മരണത്തിന്റെ മുന്നിൽ ആ ഒരു അവസ്ഥ. 20 വർഷമായി മകനൊന്ന് കണ്ണു തുറക്കുമോ എന്ന് നോക്കിയിരിക്കുന്ന ആ അച്ഛനമ്മമാരുടെ മനസ്സ് നമ്മളും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഈ വാർത്ത ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നതും. അത്തരത്തിലൊരു വ്യാജ വാർത്ത ഒരുപക്ഷെ അദ്ദേഹം ഉണർന്നിരുന്നുവെങ്കിൽ ലോകം അറിഞ്ഞേനെ. കാരണം അദ്ദേഹത്തിന്റെ പിതാവ് അത് ലോകത്തെ അറിയിച്ചേനെ. എന്റെ മകൻ ഉണർന്നു എന്ന അച്ഛൻ തന്നെ നമ്മൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞേനെ. പക്ഷെ ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക. അങ്ങനെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കൃത്യമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് രാജകുടുംബം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറ്റു വാർത്തയിലേക്ക് കൂടി നമുക്ക് ദുബായിൽ ഓടുന്ന കാറിൽ നിന്ന് വീണ് 5 വയസ്സുകാരന് പരിക്ക് പറ്റി. കുട്ടിക്ക് നിസ്സാര പരിക്കുകളാണ് ഉണ്ടായിരുന്നത്. സംഭവ സ്ഥലത്തെത്തിയ അടിയന്തര മെഡിക്കൽ സംഘം കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. ദുബായ് പോലീസ് പറയുന്നതനുസരിച്ച് അമ്മയോടൊപ്പം കാറിന്റെ പിറകിലെ സീറ്റിലാണ് കുട്ടി ഇരുന്നിരുന്നത്. കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് കാറിന്റെ വാതിൽ തുറക്കുകയും റോഡിലേക്ക് വീഴുകയുമായിരുന്നു. കാർ ഓടിച്ചിരുന്നത് അമിത വേഗത്തിലായിരുന്നില്ല. അതുകൊണ്ടാണ് കുട്ടി നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വാഹനം ഓടിക്കുമ്പോൾ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ നിയമങ്ങളും കർശനമായി പാലിക്കണമെന്ന് ദുബായ് പോലീസ് ഓർമ്മിപ്പിച്ചു. കുട്ടികളുമായി വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ അവഗണിക്കുന്നത് കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് ദുബായ് പോലീസ് ട്രാഫിക് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മേജർ ജനറൽ സൈഫ് മുഹേർ അൽ മസ്രൂയി പറഞ്ഞു. കുട്ടികളെ സുരക്ഷിതമായ രീതിയിൽ വാഹനത്തിൽ ഇരുത്തണമെന്നും സീറ്റ് ബെൽറ്റുകൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കുട്ടികളെ പിൻസീറ്റിൽ ഇരുത്തണമെന്നും വാഹനം പുറപ്പെടുന്നതിനു മുൻപ് കാറിന്റെ മുൻവാതിലുകൾ
അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്നും അൽ മസൂറായി പറയുന്നു. തീർച്ചയായിട്ടും കുട്ടിക്ക് മറ്റ് മാരകമായ പരിക്കില്ലാതെ തന്നെ പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ കാറിൽ ചൈൽഡ് ലോക്ക് പ്രവർത്തിക്കാതിരുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും, കാരണം മറ്റു എല്ലാ വാഹനങ്ങളിലും ചൈൽഡ് ലോക്ക് പ്രവർത്തിക്കാറുണ്ട്. അതെ. പ്രവാസി മലയാളി ജിദ്ദയിൽ മരിച്ച വിവരം വരുന്നുണ്ട്. കൂട്ടിലങ്ങാടി പെരുന്താറ്റി സ്വദേശി ചുള്ളിയിൽ അബ്ദുൾ അസീസ് ആണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം. ജിദ്ദയിലെ ഖുലൈസിൽ ഡ്രൈവറായി ജോലി ചെയ്ത് വരികയായിരുന്നു അദ്ദേഹം. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് ഖുലൈസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുടുംബക്കാരുടെ അനുമതിയോടെ മൃതദേഹം ജിദ്ദയിൽ ഖബറടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മറ്റൊരു വാർത്ത വരുന്നത് പ്രവാസി മലയാളി ഒമാനിൽ സലായലിൽ മരിച്ച ഒരു വാർത്തയാണ്. കണ്ണൂർ മാഹി പള്ളൂർ ചൊക്ലി സ്വദേശി പടയൻ വളപ്പിൽ മുഹമ്മദ് അഷ്റഫ് ആണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സന്ദർശക വിസയിൽ ഒമാനിലെത്തിയ ഇദ്ദേഹം മുൻപും സലാലയിൽ ജോലി ചെയ്തിരുന്നു. സാഹിറയാണ് ഭാര്യ. മക്കൾ സൈഫുദ്ദീൻ, സിയാവുദ്ദീൻ, അഫ്സൽ, ജാസ്മിൻ, ജസീല എന്നിവരാണ്. മൃതദേഹം സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിരിക്കുന്നത്. അടുത്ത വാർത്ത, ഇന്തോനേഷ്യയിലെ ബാലിയിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം ഡൽഹിയിൽ തിരിച്ചിറക്കി. ബാലി വിമാനത്താവളത്തിന് സമീപമുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നാണ് വിമാനം തിരിച്ചിറക്കിയത്. ഇന്തോനേഷ്യയിലെ റിസോർട്ട് ദ്വീപായ ബാലിയിലേക്കും തിരിച്ചുമുള്ള ഡസൻ കണക്കിന് വിമാനങ്ങൾ ബുധനാഴ്ച റദ്ദാക്കിയതായി അധികൃതരും ദ്വീപ് വിമാനത്താവള അധികൃതരും അറിയിച്ചു. ബാലിയുടെ കിഴക്കുള്ള അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് 10 കിലോമീറ്ററോളം ആകാശത്തേക്ക് തീയും പുകയും ഉയർന്നു. വിനോദസഞ്ചാര ദ്വീപായ ഫ്ലോറസിലെ 1584 മീറ്റർ ഉയരമുള്ള അഗ്നിപർവ്വതമായ മൗണ്ട് ലെവോട്ടോബി ലക്കിയാണ് ചൊവ്വാഴ്ച പൊട്ടിത്തെറിച്ചത്. അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കിഴക്കൻ നുസ തെങ്കാരയിലെ ലെവതോബി ലക്കി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതുമൂലം ഐഗുസ്തി എൻഗുറാറായ് വിമാനത്താവളത്തിലെ നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. എയർപോർട്ട് ഓപ്പറേറ്റർ അങ്കസപുര ഇന്തോനേഷ്യ AFPയോട് പ്രസ്താവനയിൽ അറിയിച്ചു. ആസ്ട്രേലിയയിൽ ഉണ്ടായ നഗരങ്ങളിലേക്കുള്ള ജെറ്റ് സ്റ്റാർ, വിർജിൻ ഓസ്ട്രേലിയ വിമാനങ്ങൾ റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നുണ്ട്. എയർ ന്യൂസിലാൻഡ്, സിംഗപ്പൂരിലെ ടൈഗർ എയർ, ചൈനയുടെ ജുനിയാവോ എയർലൈൻസ് എന്നിവയുടെ വിമാനങ്ങളും റദ്ദാക്കിയതായി ബാലി അന്താരാഷ്ട്ര വിമാനത്താവള വെബ്സൈറ്റ് അറിയിച്ചു. ഫ്ലോറസിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ലാംബുവാൻ ബാജോയിലേക്ക് പുറപ്പെടേണ്ട നിരവധി ആഭ്യന്തര എയർ ഏഷ്യ വിമാനങ്ങളും റദ്ദാക്കി. വിമാനങ്ങൾ റദ്ദാക്കിയെങ്കിലും വ്യോമയാന കേന്ദ്രം ഇപ്പോഴും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ബാലി വിമാനത്താവളത്തിലെ കസ്റ്റമർ സർവീസ് ഏജന്റ് AFPയോട് വ്യക്തമാക്കി. അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ലെവട്ടോബി ലക്കിക്ക് ചുറ്റുമുള്ള നിരവധി ഗ്രാമങ്ങളിൽ ചാരം മൂടിയിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ടോടെ ഒരു ഗ്രാമമെങ്കിലും ഒഴിപ്പിക്കേണ്ടി വന്നതായും രാജ്യത്തെ ദുരന്ത ലഘൂകരണ ഏജൻസി അറിയിച്ചു. അഗ്നിപർവ്വതത്തിന് സമീപം 7 കിലോമീറ്ററിനുള്ളിൽ താമസക്കാരും വിനോദസഞ്ചാരികളും വിട്ടുനിൽക്കണമെന്ന് ജിയോളജി ഏജൻസി അറിയിച്ചു. കനത്ത മഴ പെയ്താൽ പ്രത്യേകിച്ച് നദികൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ അപകടകരമായ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി. അതേസമയം നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. നവംബറിൽ അഗ്നിപർവ്വതം പലതവണ പൊട്ടിത്തെറിച്ചിരുന്നു. 9 പേർ മരിച്ചിരുന്നു. ബാലിയിലേക്കുള്ള നിരവധി അന്താരാഷ്ട്ര വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും അതൊരു വലിയൊരു വാർത്ത തന്നെയാണ്. അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നു, അതിന്റെ മുകളിൽ കൂടെ ഒരു വിമാനം പോകുന്നു, അപ്പൊ വിമാനം വഴി തിരിച്ചു. അതെ, എനിക്ക് തോന്നുന്നു കൃത്യമായ ഒരു ഇടപെടൽ, പൈലറ്റിന്റെ ഒരു ഇടപെടൽ തന്നെ ആയിരിക്കണം ഇങ്ങനെ ഇതൊരു ജീവനൊക്കെ രക്ഷപ്പെടാൻ സാധിച്ചത് എന്നുള്ളതാണ്. തീർച്ചയായും പ്രവാസികളുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാർത്തകൾ നാളെയുമായി നമുക്ക് കാണാം. അതുവരേക്കും നമസ്കാരം.